നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 നൂറ്റാണ്ട് മുൻപ് ഒരു വലിയ ദുരന്തം കവർന്ന സ്ഥലമാണ് പുത്തുമല. ആ ദുരന്ത ഭൂമിയിൽ തന്നെയാണ് മേപ്പാടിയിൽ നിന്നുള്ള വയനാട്ടിൽ നിന്നുള്ള വലിയ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ അന്ത്യവിശ്രമം കൊള്ളാൻ ഒരുങ്ങുന്നത്. നമുക്കറിയാം, പുത്തുമലയിൽ ഇപ്പോഴും 5 പേരുണ്ട് കാണാമറയത്ത്. ആ മണ്ണിലെവിടെയോ ഒരു 5 പേർ കാണാമറയത്തുണ്ട്. അവർക്കൊപ്പമാണ് വയനാട്ടിലെ തന്നെ ബാക്കി 8 പേരും കൂടി മുണ്ടക്കയിലും ചൂരൽമലയിലെയും ദുരന്തം ജീവനെടുത്ത ആ 8 പേർ കൂടി അവർക്കൊപ്പം അന്ത്യവിശ്രമം കൊള്ളും. എന്ത് പറയണമെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അവസാനം ഒരു നോക്ക് മൃതദേഹമെങ്കിലും കാണാൻ സാധിച്ചല്ലോ എന്നോർത്ത് ആശ്വസിക്കുന്നവർ ഒരു വശത്ത് ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കണ്ണീരോടെ കഴിയുന്നുണ്ട്. അവരിൽ നിന്നും വ്യത്യസ്തമാവുകയാണ് തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ പോലും സാധിച്ചില്ലല്ലോ, അവസാനമായി ഒരു മുത്തം കൊടുക്കാൻ പോലും കുറിച്ച് തെറ്റിദ്ധരിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അങ്ങനെ അൺഐഡന്റിഫൈഡ് അല്ലാത്ത മൃതദേഹങ്ങളിൽ ഡീകമ്പോസ് ആയിട്ടുള്ള മൃതദേഹങ്ങൾ ആദ്യം സംസ്കരിക്കുക എന്നുള്ളതാണ്. 8 മൃതദേഹങ്ങൾ ഇപ്പോൾ സംസ്കരിക്കും. 9 വന്നതാണ്, പക്ഷെ 1 ഐഡന്റിഫൈ ചെയ്തു. അതുകൊണ്ട് അവർക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ബാക്കി അൺഐഡന്റിഫൈഡ് അല്ലാത്ത എല്ലാ മൃതദേഹങ്ങളും അതോടൊപ്പം തന്നെ മൃതദേഹങ്ങളുടെ ഭാഗമായിട്ടുള്ള ശരീരാവശിഷ്ടങ്ങളുമെല്ലാം നാളെ ഒരിക്കൽ കൂടി ഐഡന്റിഫൈ ചെയ്യാൻ അവസരമുള്ള ആളുകൾക്ക് ഉച്ചവരെ അതിന് സമയം കൊടുത്ത് ബാക്കിയെല്ലാം മൃതശരീരം കൂടി ഒരുമിച്ച് സംസ്കാരം ഇവിടെ തന്നെ ബറീഡായി ഇവിടെ തന്നെ നടത്താൻ വേണ്ടിയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ ഇത്തിരി നേരം വൈകുന്നത് എന്തുകൊണ്ടാണെങ്കിൽ DNA ടെസ്റ്റ് നടത്തിയതിന്റെ വിശദാംശങ്ങൾ ഓരോ ബോഡിയിൽ മുട്ടിക്കണം. ബോഡി വയ്ക്കുന്ന സ്ഥലത്ത് പൊതുവായ കേന്ദ്രത്തിൽ പ്രദർശിപ്പിക്കണം. അതിന്റെ സീലിംഗ് വളരെ ഭദ്രമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മൃതശരീരങ്ങളോടുള്ള പ്രത്യേകമായിട്ടുള്ള ബഹുമാനം വെച്ചുകൊണ്ട് ഒരു കാരണവശാലും തെറ്റിപ്പോകരുത് എന്നുള്ളതുകൊണ്ട് നേരത്തെ തന്നെ അക്കാര്യത്തിൽ കർശനമായ കാര്യങ്ങൾ കൊടുത്തിരുന്നു. അപ്പൊ അതനുസരിച്ച് ഉള്ളൊരു സമയക്രമം മാത്രമാണ് ഞങ്ങൾ നാളെ ബാക്കി സംസ്കാരം നാളെ എല്ലാം കൂടി ഒരുമിച്ച് ഉച്ചവരെ കൂടി ആളുകൾക്ക് ആർക്കെങ്കിലും വന്ന് കയറാനുണ്ടെങ്കിൽ, അങ്ങനെ ചില ആളുകൾ ഞങ്ങൾ വിളിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി അവസരം കിട്ടട്ടെ. ഡീകമ്പോസ് ചെയ്താൽ പിന്നെ മൃതദേഹം എടുത്തു വെക്കാൻ ബുദ്ധിമുട്ട് മാത്രമല്ല അതിനോടുള്ള അവഗണന കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയത് മാത്രം അടിയന്തരമായിട്ട് ഇപ്പം നടത്താമെന്നാണ് നിശ്ചയിച്ചത്. എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനയൊക്കെ സർവ്വമത പ്രാർത്ഥനയോടുകൂടി നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ കൂട്ടത്തിൽ തങ്ങളുടെ അച്ഛനോ അമ്മയോ ഉപ്പയോ വാപ്പയോ ഒക്കെ ഉണ്ട് എന്ന ധാരണയോടുകൂടി അവർക്ക് ചെയ്യാവുന്ന എല്ലാ അന്ത്യാഞ്ജലികളും മനസ്സോടുകൂടി ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. അത് ധാരാളമായിട്ടുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പോൾ 8 കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൂടി നാളെ ഒരുമിച്ച് അതിനുള്ള അവസരം കിട്ടും. അപ്പൊ എത്തിച്ചേരാവുന്ന മുഴുവൻ ആളുകൾക്കും ആ കൂട്ടത്തിൽ എത്തിച്ചേരാൻ അവസരം ഉണ്ടാകും. മിനിസ്റ്ററാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഒരു താമസമെന്ന് ഇതിനെ പറയാൻ കഴിയില്ല. ഔദ്യോഗികമായ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് വേണം ഇക്കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതിനുള്ള ഒരു ഡിലേ ആണുണ്ടായത്. നാളെ ബാക്കി മൃതശരീരങ്ങൾ ഉച്ചവരെ ആളുകൾക്ക് തിരിച്ചറിയാനുള്ള ഒരവസരമുണ്ട്. അതിനുശേഷം ഉച്ചതിരിഞ്ഞ് കൂട്ടത്തോടുകൂടി മൃതശരീരങ്ങൾ സംസ്കരിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. അതാ നമ്മളിപ്പോൾ കാണുന്നുണ്ട്, മേപ്പാടിയിൽ നിന്ന് അടുത്ത മൃതശരീരം കൂടി പോവുകയാണ്. അന്ത്യവിശ്രമത്തിനായി പുത്തുമലയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. ആംബുലൻസിൽ ഓരോ മൃതദേഹങ്ങളായി മേപ്പാടിയിൽ നിന്ന് പുത്തുമലയിലേക്ക് കൊണ്ടുപോവുകയാണ്. മന്ത്രി കെ രാജനാണ് അല്പസമയം മുൻപ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് 9 മൃതദേഹങ്ങളായിരുന്നു ഇന്ന് സംസ്കരിക്കേണ്ടത്. പക്ഷേ അവസാനമായപ്പോഴത്തേക്ക് ഒരു മൃതദേഹം തിരിച്ചറിയുകയും അത് ബന്ധുക്കൾ വന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അതിനെ തുടർന്നാണ് 8 മൃതദേഹങ്ങൾ ഇന്ന് തിരിച്ചറിയാത്ത 8 മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. മൃതദേഹങ്ങൾ അഴുകി തുടങ്ങിയൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ആ മൃതദേഹങ്ങൾ ഇങ്ങനെ അനിശ്ചിതമായി സംസ്കരിക്കാതെ നീട്ടിവെക്കുന്നത് മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. തീർത്തും ആ തീരുമാനം അനുയോജ്യമായി എന്ന് തന്നെ പറയേണ്ടി വരുന്നു. കാരണം പറഞ്ഞതുപോലെ തന്നെ മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവാവും അതിങ്ങനെ 6 ദിവസമായി ദുരന്തം കഴിഞ്ഞിട്ട് അപ്പോൾ കൃത്യമായി സംസ്കരിക്കേണ്ട സമയം ആയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുന്നത്. ഇവിടെ 3 മണി മുതൽ വൈകിട്ട് 3 മണി മുതൽ തങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും, തങ്ങളുടെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ആ പുത്തുമല സംസ്കാരം നടക്കുന്ന സ്ഥലത്ത് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലുമുള്ള വൈകലല്ല.
കൃത്യമായ സർക്കാർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷമുള്ള സംസ്കാരമാണ് നടക്കുന്നത്. DNA പരിശോധന അടക്കമുള്ള ഫലങ്ങൾ, DNA റിസൾട്ട് അടക്കം ആ മൃതദേഹത്തിൻ്റെയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ചടങ്ങ് വൈകുന്നത്. അതൊരു വൈകലല്ല എന്നാണ് മന്ത്രി അടക്കം പറയുന്നത്. ബാക്കിയുള്ള മൃതദേഹങ്ങൾ ഏകദേശം 60ഓളം ബാക്കി വരുന്ന മൃതദേഹങ്ങൾ നാളെ ഉച്ചവരെ ബന്ധുക്കൾക്ക് ഒന്നുകൂടി തിരിച്ചറിയാനുള്ള അവസരം നൽകും. അതിൽ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ നാളെ സംസ്കാരത്തിന് എടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴിതാ ബാക്കിയുള്ള മൃതദേഹങ്ങൾ കൂടി മേപ്പാടി ആശുപത്രിയിൽ നിന്ന് പുത്തുമലയിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. ആംബുലൻസുകളിൽ ബാക്കിയുള്ള മൃതദേഹങ്ങൾ ഓരോന്നായി പുത്തുമലയിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാ മൃതദേഹങ്ങളും എത്തിയ ശേഷം ഒരുമിച്ച് അവർക്കായുള്ള അന്ത്യവിശ്രമം ത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കും. 8 പേരും ഒരുമിച്ച് പുത്തുമലയിൽ അന്ത്യവിശ്രമം കൊള്ളും. അതിനുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ബാക്കി വരുന്ന മൃതദേഹങ്ങൾ നാളെ ഉച്ചവരെ വീണ്ടും ബന്ധുക്കൾക്ക് തങ്ങളുടെ വേണ്ടപ്പെട്ടവരാണോ എന്ന് നോക്കുവാനുള്ളൊരു സമയമുണ്ട്. ഉച്ചയ്ക്ക് ശേഷവും അത്തരത്തിൽ ആ മൃതദേഹങ്ങളിൽ ബന്ധുക്കൾ ആരെങ്കിലും അവകാശവുമായി വന്നില്ല എങ്കിൽ ആ മൃതദേഹങ്ങളും ഇങ്ങനെ പുത്തുമലയിലെ ആ ദുരന്ത ഭൂമിയിൽ തന്നെ ആ സ്ഥലത്ത് ഇപ്പോഴീ 8 പേർക്കും അന്ത്യവിശ്രമം കൊള്ളുന്ന അതേ സ്ഥലത്ത് ബാക്കിയുള്ളവരെയും അടക്കാനുള്ള ചടങ്ങുകൾ നടക്കും.